ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുറാൻ 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 എല്ലായിടത്തും എമ്പുറാൻ മയമാണ്. നമ്മളിപ്പം വെളിയിലോട്ട് ഇറങ്ങിയാൽ പോലും എമ്പുറാന്റെ ഫാൻ ഷോ ടിക്കറ്റ് കിട്ടിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടിയോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് തന്നെയാണ് മലയാളികൾക്കിടയിൽ എമ്പുറാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാനൊരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങിൽ എമ്പുറാൻ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അത് കണ്ട് ഞാൻ നല്ല രീതിയിൽ ചിരിച്ചു. അത്രയ്ക്ക് വലിയ ഒരു കോമഡി. ഞാൻ എന്തായാലും കണ്ട് നിങ്ങളും കൂടെ ഒന്ന് കണ്ടേക്ക് എന്നുള്ള രീതിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് കണ്ടേക്ക്, നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? കാത്തിരിക്കാൻ നേരത്തെ എമ്പുരാൻ പോയി കാണണമെന്നുള്ള നീയത്തിൽ ഇപ്പോഴേ എത്തിക്കാഫായിട്ടിരിക്കുന്ന കൗമുണ്ട്. അള്ളാഹു മുളക്കാക്കട്ടെ. അതിന് ടീസർ ഇറങ്ങി ഞാൻ കണ്ടു തീർന്നാൽ മതി. റാഹത്ത് റമദാനിൽ ഇറങ്ങുന്ന പിന്നെ നേരത്തെ തന്നെ കണ്ടേക്കാം. അതിന്റെ ടീസർ മാത്രമല്ല, ട്രെയിലറും ഇറങ്ങി. ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ആ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ട്. അമ്മാതിരി ഒരു കീടിലൻ സാധനം കണ്ടോണം. നമ്മുടെ കൗമ തന്നെ കാണാനും പെരുന്നാളൊന്നും ആവണ്ട. നേരത്തെ എപ്പോൾ റിലീസ് ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ. റമദാൻ 1 റിലീസ് ചെയ്യുമോ പുതിയ പടം? ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മുടെ കൗമ വരണം, എന്നാലേ വിജയിക്കുള്ളൂ. 500 കോടി 50 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം. കാക്ക വരണം കുടുംബസമേതം വന്നാലേ റാഹത്ത്. അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടേ ഉള്ളൂ, വെള്ളിയാഴ്ച ദിവസം. കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ, ഏറ്റവും കൊടിയ ശൈത്താൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പടം റിലീസ് ചെയ്തവർ ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിശയും മഹത്വമാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്തതാണ്. അങ്ങനെയാണ് പണ്ട് മുതലേ സിനിമ റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ 2019 മാർച്ചിലാണ് റിലീസ് ചെയ്തത്. 2019 മാർച്ച് 28 റിലീസ് ചെയ്തത്. അതിന്റെ 5ാമത്തെ വാർഷികമായിട്ടാണ് ഇപ്പം എമ്പുറാൻ 2025 മാർച്ച് 27 റിലീസാക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു മാർച്ച് 27 ഇത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അതിന്റെ ബിസിനസ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നിട്ടും മാർച്ച് 27 തന്നെ റിലീസ് ചെയ്യണമെന്ന് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് വാശി പിടിച്ചതിന്റെ ഒരു കാരണം, ആ ഒരു ഡേറ്റിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ ആ ഒരു റിലീസിന്റെ ഒരു വാർഷികം എന്നതും ആ ഒരു രീതിയിലും കൂടെ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി കൂടെ കേട്ടോക്കാം. അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെരുന്നാളിന് അന്ന് റിലീസ്. കാരണം എന്താ? പെരുന്നാൾ ആഘോഷിക്കല്ല, മറിച്ച് നല്ല കൗമ വരാണ്ട്. നമ്മുടെ കൗമ ഉണ്ടെങ്കിൽ എല്ലാം വിജയിക്കുള്ളൂ. 50 കോടി 500 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളേരും വരണം. താത്താക്ക് വരണം. താത്താക്ക് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം, എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയിച്ച് അടുത്തൊന്നും കണ്ടിട്ടില്ല. പറത് ധരിച്ച താത്ത പറയാ, നരയിച്ചു വെക്കും. അള്ളാഹു കാക്കും മാറവൻ. ഇതാണ് ലോകം. ശരിക്കുള്ള ലോകം ഈ ചേട്ടൻ കണ്ടിട്ടില്ല കേട്ടാ. ഈ ഒരു നൂറ്റാണ്ടിൽ എത്ര പച്ചയ്ക്കാണ് ഇരുന്ന് വർഗീയത പറയുന്നത്. എത്ര പച്ചയ്ക്കിടയിൽ ഇരുന്ന് വർഗീയത പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു പുണ്യമാസത്തിൽ അവിടെ ഭയങ്കര പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര നന്മയുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമുക്ക് സംസാരിക്കാനായിട്ടും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും ഒക്കെ സാധിക്കും. അവിടെ ഈ ഒരു എമ്പുറാനാണോ ഏറ്റവും വലിയ വിഷയം? ഇവരുടെ ഏറ്റവും വലിയ ഒരു തിന്മയായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു എമ്പുരാനാണോ? എന്താണ് ഇദ്ദേഹം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എമ്പുറാൻ കാണാൻ പോകുന്നതാണോ ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കുറ്റമായിട്ട് ഇദ്ദേഹം കണക്കാക്കുന്നത്? എമ്പുറാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ളൊരു മതപ്രഭാഷണമോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സിനിമയെ പറ്റിയിട്ടുള്ള പരാമർശം എന്തിനാണ്? അവിടെ എത്രയോ നല്ല കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു വിഷം കുത്തിവയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു എമ്പുറാനായാലും ഏതൊരു സിനിമയായാലും അതിനകത്ത് ഒരു കഷ്ടപ്പാടുണ്ട്. ഇത് അവരുടെ മണിയുണ്ട്. അവർ ആ ഒരു കല, ഓക്കെ, എന്റർടൈൻമെന്റ് ആയാലും അതൊരു കഴിവും കലയും ഒക്കെയാണ്. ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ ഇത്തരത്തിൽ അവഹേളിക്കേണ്ടതായിട്ടുള്ള എന്ത് കാര്യമാണുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? ബാക്കിയും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മുമ്പ് സിനിമ കാണാൻ പോകുന്നവർ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ കാണുമ്പോൾ അതിന് മുന്നിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, നല്ല പടമാണ്. ചേട്ടൻ കാണാൻ പോയ സിനിമ വേറെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒളിച്ചും പാത്തൊക്കെ സിനിമ കാണാൻ പോകേണ്ട ആവശ്യം അത് ഈ പടം അല്ല ചേട്ടാ, അത് വേറെ. ഓക്കെ, കുടുംബസമേതം പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കോമായി മാറി. ചേട്ടാ, എമ്പുറാൻ അത്തരത്തിലുള്ളൊരു പടമല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ്. ചേട്ടൻ പോയ ആ പടം ആയിരിക്കത്തില്ല ചേട്ടാ. മുണ്ടെന്ന ആരുടെ ഒളിച്ചും പാത്തൊക്കെ സിനിമ ഒളിച്ചു പോകരുത്. അപ്പൊ അതിന് മുന്നിൽ കൂടെ ആയതല്ലേ ത്യാത്ത കാണിച്ചിട്ടുണ്ട്. കുറെ പേര് ആറാട്ടന്റെ ഫാൻസാണ്. അവരെ ഓടിച്ചപ്പോൾ ഇപ്പൊ കുറെ പേർക്ക് വിഷമമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. അള്ളാഹു തൗബ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഹറാമുകൾ കണ്ടവരാൻ, സിനിമയും സീരിയലും അശ്ലീലതകളും ഒക്കെ കണ്ട മോമിനീങ്ങൾ, റീൽസുകൾ കണ്ടവർ, മോശപ്പെട്ട വീഡിയോകൾ കണ്ടവർ എത്രയോ ആളുകളുണ്ട്. ധാരാളം സിനിമയും സീരിയലും പോലെയൊക്കെ ഉള്ള അശ്ലീലതകൾ ഈ ചേട്ടനോട് ആരെങ്കിലും ഒന്ന് പോയി പറഞ്ഞു കൊടുക്കാവൂ. എത്ര കലാപരമായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഈ സിനിമ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ബിസിനസ് ആണെങ്കിൽ കൂടി അതൊരു തരത്തിലൊരു കഴിവാണ്. ഒരു സീൻ ഷൂട്ട്, കഥ എഴുതുക,
ആ കഥ 2.5 മണിക്കൂറിലേക്ക് നമുക്ക് എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കുക. അത് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അതിന് പറ്റിയ രീതിയിലുള്ള ആക്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കോസ്റ്റ്യൂം റെഡിയാക്കി ആ സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതേപോലെ അത് ഷൂട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അത് എഡിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് വലിയൊരു ഹാർഡ് വർക്ക് ആണ് കേട്ടോ. ആ ഒരു ഹാർഡ് വർക്കിനെ അശ്ലീലം എന്ന് പറഞ്ഞ് ഇത്രയും തരം താഴ്ത്താനായിട്ട് എന്ത് തെറ്റാണ് സിനിമ ചെയ്തത്? ഒരു കലയാണ്. അതിനർഹിക്കുന്ന ആ ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുണ്യമാസത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കലയോടോ അല്ലെങ്കിൽ ഒരു എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷം പടർത്തി വിടുന്നത്? ഓക്കെ, ഇതൊരിക്കലും ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇട്ടത്. അതേപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരെയും അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ചില അവകാശങ്ങൾ അത് ചെയ്യണ്ട എന്ന് പറയാനായിട്ട് ആർക്കും യാതൊരു വിധത്തിലുള്ള അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ എമ്പുറാനും അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളും ഒക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. വല്ല പുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേർവഴിക്ക് നടക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള എമ്പുറാനാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. എമ്പുറാൻ കാണാൻ പോകുന്നതാണ്, എമ്പുറാൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നതാണ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള തെറ്റ്. ഇപ്പം ട്രെൻഡ് ഇതാണല്ലോ അല്ലേ, എമ്പുറാൻ എന്നുള്ളൊരു സിനിമയുടെ ഒരു പേര് കണ്ടാൽ ക്ലിക്ക് ബൈറ്റ് കിട്ടും, അതാണല്ലോ ട്രെൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നല്ലൊരു മാസം ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്? എനിക്കറിയാൻ മേല ഇതൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ എന്നും എനിക്കറിയാൻ മേല. എന്തരടെ ഇതിപ്പോ ഏത് പണ്ഡിതനായാലും നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയാനായിട്ട്, നമുക്ക് നിയമം അനുശാസിക്കുന്ന ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ ചെയ്യരുത് എന്ന് പറയാനായിട്ട് ആർക്കും ഒരു അവകാശവും നമ്മുടെ രാജ്യത്തില്ല. ഓക്കെ, നിയമപരമായിട്ടുള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് എല്ലാം തുല്യരാണ്. എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ആരെയും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യകതയും ഇല്ല. പിന്നെ അങ്ങനെ തോന്നി. പിന്നെ എമ്പുറാൻ ശരിയാണ്, നോമ്പെടുക്കുന്നവർ ചിലപ്പോൾ സിനിമയ്ക്ക് പോകില്ല, അവർ അതിനുശേഷം പോയി കണ്ടോളും. അവർ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇനി അപ്പം അങ്ങനെ അല്ലാത്തവരെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രഭാഷണം പോലും ഇത്തരത്തിലുള്ളൊരു പുണ്യനാളുകളിൽ വരുന്നത് വളരെ മോശമാണ്. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഹേറ്റ് സ്പീച്ച് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ആ ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്ന് പറയുന്ന കലാമേഖലയോടോ ഒക്കെ ഉള്ള ഒരു ഹേറ്റ് സ്പീച്ച് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഒട്ടും എന്തരടെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞേക്ക്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായവും കാഴ്ചപ്പാടുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും എമ്പുറാൻ അതൊരു വൻ സംഭവമാണ്. എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്, ഫ്രീ പ്രൊമോഷൻസ് ആണ്. ആ ഒരു തംബ്നെയിൽ, ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ള തംബ്നെയിലിൽ പോലും എമ്പുറാൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ട്രെയിലറും കൂടി അതിനകത്തങ്ങ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അതും കൂടി ഒരു പ്രൊമോഷൻ്റെ ഭാഗം ആയേനെ. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തേക്കുക. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.